How are you deciding to go to NID studio test? ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കുക, അത് ഇത്ര വെയിറ്റ് താങ്ങണം. NID-യിലേക്ക് വരുമ്പോൾ അത് കുറച്ചും കൂടി ലോജിക്കലാവും. NID ബാക്കപ്പ് പ്ലാൻ ആയിട്ട് വെക്കുന്ന വളരെ ചുരുക്കം ആൾക്കാർ ഒരാള് ഞാനാണ്. How are you deciding to go to NID studio test? അത് അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനമൊക്കെ അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റിന്റെ ഫൈനൽ റിസൾട്ട് അപ്പോഴും വന്നിട്ടില്ല. സോ NID ഇപ്പോൾ നിഫ്റ്റ് എങ്ങാനും കിട്ടിയില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് ഞാൻ അപ്പോൾ NID-യുടെ മെയിൻസിന് പോവാന്ന് വെച്ചു. NID ബാക്കപ്പ് പ്ലാൻ ആയിട്ട് വെക്കുന്ന വളരെ ചുരുക്കം ആൾക്കാർ ഒരാള് ദയവാണെന്ന് തോന്നുന്നു. അതിലൊരാള് ഞാനാണ്. ഓക്കെ, അപ്പൊ അതിന്റെ കോച്ചിങ് ഒക്കെ കാലിക്കറ്റ് ആണ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? വ്യത്യാസമുണ്ട് കുറച്ച്. നിഫ്റ്റിലെ ഒരു മോഡൽ മേക്കിംഗ് അങ്ങനെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ NID-യിലേക്ക് വരുമ്പോൾ അത് കുറച്ചും കൂടി ലോജിക്കലാവും. സോ ഇപ്പോൾ നിഫ്റ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ഒരു ഷൂ ഉണ്ടാക്കാനാണ് പറയുകയാണെങ്കിൽ NID-യിൽ പറയാന്ന് പറഞ്ഞാൽ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കുക, അത് ഇത്ര വെയിറ്റ് താങ്ങണം, അങ്ങനെയൊക്കെയുള്ളൊരു ക്വസ്റ്റ്യൻസ്. പിന്നെ ചിലപ്പോൾ പറയും കുറച്ച് മെറ്റീരിയൽസ് വന്നിട്ട് പശ ഉപയോഗിക്കാണ്ട് നിങ്ങളത് ഉണ്ടാക്കണം. സോ നമുക്ക് നമ്മുടെ തലയും കൂടി കുറച്ച് വർക്ക് ചെയ്യേണ്ട ഒരു സംഭവമാണ് NID-യുടെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ വ്യത്യസ്തമായ ജോയിനറി ടെക്നിക്സ്, വ്യത്യസ്തമായ മെറ്റീരിയൽ വെച്ച് എങ്ങനെ ഫങ്ഷൻ ചെയ്യാം, ഇതൊക്കെ ഒരുപാട് ഫോക്കസ് ചെയ്യേണ്ടി വരും ടെസ്റ്റിൽ വരും.